എന്തിനാണ് പണ്ടാരടങ്ങാൻ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് പോലും ചെല്ലുന്നത്? ഈ ക്ഷേത്ര ഉത്സവങ്ങൾ എന്താണ്? ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നടക്കുന്ന സംഭവങ്ങളാണ്, ഭക്തിസാന്ദ്രമാണ്, സമ്മതിക്കുന്നു. ഭക്തിയുള്ളവൻ പോയി തൊഴുതിട്ട് ഇങ്ങ് വരണം, പ്രാർത്ഥിച്ചിട്ട് വരണം, ഭക്തിയുള്ളവൻ. അല്ലാതെ ഉത്സവം കൂടാൻ പോയി പാവപ്പെട്ട ആളുകളെ തല്ലിക്കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ കള്ളടിച്ച് പൂസായി ഗാനമേളയ്ക്ക് ബഹളം വയ്ക്കാൻ വേണ്ടി ഉള്ള പോക്ക് അങ്ങ് നിർത്തിക്കളയണം. ഈ അടുത്തിടെ എത്ര സംഭവങ്ങൾ ഉണ്ടായി. ഞാൻ ഹരികൃഷ്ണന്റെ മരണത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. അമ്പലപ്പറമ്പുകളായാലും പള്ളിപ്പറമ്പുകളായാലും ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി അടിയുണ്ടാക്കാൻ ചില അക്രമികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ചില കൂട്ടം അക്രമികൾ. അവന്മാർക്ക് ഈ ആൾത്തിരക്ക് കാണുമ്പോൾ അടിയുണ്ടാക്കണം, ആളാകണം എന്നതാണ് അവന്റെയൊക്കെ ധാരണ. ആ ഹരികൃഷ്ണൻ എന്ന 18കാരൻ എന്ത് പിഴച്ചു? അമ്മയുടെ നാട്ടിൽ ബന്ധു താലമെടുക്കുന്നുണ്ട്, അതായത് താലപ്പൊലി എന്തുന്നുണ്ട്, വിളക്കെടുക്കുന്നുണ്ട്. അതൊരു നേർച്ചയുടെ ഭാഗമാണ്. അങ്ങനെ അമ്മയുടെ നാട്ടിൽ തന്റെ സഹോദരി, അമ്മയുടെ ബന്ധുവിന്റെ മകൾ, സഹോദരി സ്ഥാനത്തുള്ള ഈ പെൺകുട്ടി വിളക്കെടുക്കുന്നുണ്ട്. ആ നേർച്ചയ്ക്ക് പങ്കെടുക്കാനാണ് ഹരികൃഷ്ണനും ജയകൃഷ്ണനും അമ്മയുടെ നാടായ മരുത്തടിയിൽ കഴിഞ്ഞ ഞായറാഴ്ച എത്തുന്നത്. അവരെ എന്നിട്ട് സ്വന്തം അളിയൻ സഹോദരിയുടെ ഭർത്താവ് അളിയൻ രാജേഷിന്റെ ഓട്ടോറിക്ഷയിൽ ക്ഷേത്ര വളപ്പിലെത്തുന്നു. ഘോഷയാത്രയിൽ പങ്കെടുക്കാനാണ് എത്തുന്നത്. ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഭക്ഷണം കരുതി വെച്ചിരുന്നു ഓട്ടോറിക്ഷയിൽ. അതെടുക്കാൻ മറന്നുപോയപ്പോൾ ഹരികൃഷ്ണനും ജയകൃഷ്ണനും എന്ത് ചെയ്തു? ഭക്ഷണം എടുക്കാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോകുന്നു. തിരികെ വരുമ്പോൾ ഉത്സവ തിരക്കാണല്ലോ, ഭയങ്കര തിരക്കുള്ള ഉത്സവമാണ്. കൊല്ലം ജില്ലക്കാർക്കൊക്കെ അറിയാമായിരിക്കണം. അതൊക്കെ കേരളമെമ്പാടും അറിയപ്പെടുന്ന ഉത്സവമാണിത്. പക്ഷെ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ഈ അലമ്പന്മാരുടെ, കള്ളുകുടിയന്മാരുടെ, മയക്കുമരുന്നിന് അടിമകളായ കുറെ തെമ്മാടികൾ കാരണം ആ ക്ഷേത്രത്തിന്റെ പരിശുദ്ധി വരെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലോട്ട് മാറിയിട്ടുണ്ട്. ഇവന്മാരെന്ത് ചെയ്തു? വഴിതെറ്റി ഭക്ഷണം കൊണ്ടുപോകുന്ന പയ്യനെ തടഞ്ഞു നിർത്തി അവനെ ചീത്ത വിളിച്ചത് ചിലപ്പോൾ യുവന്മാർ സംഘാടകന്മാരോ കള്ളുകുടിയന്മാരോ അവിടുത്തെ സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ടവന്മാരായിരിക്കണം. എന്നിട്ട് അവന്മാരായിരിക്കും അവിടെ ആള് കളിച്ച് നടക്കുന്നത്. അവനൊക്കെ വയസ്സ്, ഒരുത്തിന് 58 വയസ്സായി, ഒരുത്തിന് 51 വയസ്സായി. ഇവനൊക്കെ പ്രായത്തിന്റെ പക്വതയെങ്കിലും കാണിക്കുന്നുണ്ട് ചേട്ടൻ. ആ പയ്യനെ പിടിച്ചു നിർത്തി വിരട്ടി. അപ്പൊ അവൻ പറഞ്ഞു കാണും, സഹോദരി വിളക്കെടുക്കുന്നുണ്ട്, ഭക്ഷണം കൊണ്ടുപോവുകയാണ്. അവനെ ഇവന്മാർ വിരട്ടുന്ന സംഘാടക സമിതിക്കാർ ഈ അക്രമികൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ജ്യേഷ്ഠ സഹോദരൻ ജയകൃഷ്ണൻ ഓടി വരുന്നു. എന്നിട്ട് പറയുന്നു, ഭക്ഷണം കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് പോകുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അവന്മാർക്ക് വീണ്ടും കലിപ്പ്. കുടിച്ചു മത്തളവി നിൽക്കുകയാണല്ലോ. സഹോദരങ്ങളെ തടഞ്ഞു നിർത്തി. എന്നാൽ പിന്നെ സദ്യാലയത്തിൽ സദ്യ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോകുന്നു. ഒരു തന്നെ സദ്യാലയത്തിലേക്ക് അകത്ത് കൊണ്ടുപോയി ഇടിക്കുന്നു, ഒരു തന്നെ പുറത്തിട്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ട് വലിയ വായിൽ വിളിച്ചത് സഹോദരിയും സഹോദരിയുടെ കൈക്കുഞ്ഞും ഭർത്താവ്, അതായത് രാജേഷ്, എല്ലാവരും ഓടിയെത്തുന്നു. പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ രാജേഷിന് വടി കിട്ടുന്നു. ഹരികൃഷ്ണനെ നിലത്തിട്ട് അടിക്കുന്നു. ചവിട്ടി കൊല്ലട, അടിച്ചു കൊല്ലട എന്ന് പറഞ്ഞ് അടിക്കുകയാണ്. എന്നിട്ട് ഒരുത്തിന് വലിയൊരു വിറക് കഷ്ണം എടുത്ത് ആ കുട്ടിയുടെ തലക്കി അടിക്കുന്നു. അടികൊണ്ടുകൂടി അവന്റെ ബോധം പോയി. നിങ്ങൾ ആ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു കാണും. ഞാനതൊന്നും കാണിക്കുന്നില്ല. എന്തൊരു ക്രൂരമാണ്, തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്. അടിയുടെ ശബ്ദമൊക്കെ ആ വീഡിയോയിൽ കേൾക്കാം. എന്നിട്ട് ആ പയ്യൻ വെന്റിലേറ്ററിലായിരുന്നു, പുലർച്ചെ മരിച്ചുപോയി. വെറും 18 വയസ്സ്, പോളിടെക്നിക് വിദ്യാർത്ഥി. ഇതാണ് അമ്പലപ്പറമ്പുകളിൽ നടക്കുന്നത്. അമ്പലപ്പറമ്പിലെ വിളക്കെടുപ്പ് ഘോഷയാത്രയ്ക്കിടെ നടന്ന സംഭവമാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭക്തിസാന്ദ്രമായി നിറവേറ്റണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡൊക്കെ നേരത്തെ തന്നെ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. നാടകങ്ങളും ഗാനമേളകളും നടക്കുന്ന വേദികളിൽ മുമ്പ് പലപ്പോഴും ആരാധകർ സംയമനം വിട്ട് വേലിക്ക് പുറത്ത് ചാടി അടിയിടി അക്രമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പോലീസുകാരെ ലാത്തിച്ചാർജ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് ന്യൂ ഇയറിനെ ലാത്തിച്ചാർജ് ചെയ്ത പോലീസുകാരനെ ലുലു മാളിൽ, അവിടെ തിരുവനന്തപുരത്തെ ട്രാവൻകൂർ മാളിലിട്ട് പിള്ളേർ തിരിച്ചിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതാണ് ഉത്സവങ്ങൾ. മുമ്പ് ഉത്സവങ്ങളുടെ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. കേരളത്തിലെ സാംസ്കാരികമായ ഉന്നതിയും നവോത്ഥാന ഉന്നതിയും ഒക്കെ ഉണ്ടായത് ക്ഷേത്ര മൈതാനങ്ങളിലും ക്ഷേത്ര ഉത്സവങ്ങളിലും ഒക്കെ തന്നെയായിരുന്നു. KPSCയുടെ നാടകങ്ങളൊക്കെ കളിച്ചത് ക്ഷേത്ര മൈതാനങ്ങളിലും അങ്ങനെയുള്ള ഉത്സവ പറമ്പുകളിലും ഒക്കെ ആയിരുന്നു. കാതികൻ സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ അരങ്ങേറിയിരുന്നത് ഇത്തരം ക്ഷേത്ര മൈതാനങ്ങളിലായിരുന്നു, ക്ഷേത്ര ഉത്സവങ്ങൾക്കിടെയായിരുന്നു. അവിടെ ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ, ഭക്തജനങ്ങളും എല്ലാ ആളുകളും കൂടുമായിരുന്നു. ഇതെല്ലാം കേൾക്കാനും കാണാനും ആസ്വദിക്കാനും. സിനിമാ പ്രദർശനങ്ങൾ ഉണ്ടായിരുന്നു, ഗാനമേളകൾ ഉണ്ടായിരുന്നു. അന്നൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. അടിയില്ല, അക്രമവും ഇല്ല. മുമ്പ് ഓണാഘോഷത്തിന് പൂജപ്പുര മൈതാനിയിൽ ഗാനമേള നടക്കുമ്പോൾ ചേരി തിരിഞ്ഞ് അടി നടക്കുമായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കാത്തു നിന്ന് ശത്രുക്കൾ അടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ട്, എന്റെ കുട്ടിക്കാലത്തൊക്കെ. അതൊക്കെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചത്. അന്നൊന്നും ഇത്തരം ലഹരിയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഈഗോ അല്ലെങ്കിൽ പ്രണയം ഒരു പെണ്ണിനെ തന്നെ പല കൂട്ടർ പ്രേമിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു അന്നത്തെ അടിക്കും ഇടിക്കുമൊക്കെ കാരണമായിരുന്നത്.
ഇന്ന് ആ പ്രേമത്തിന്റെ രീതി മാറി, പ്രേമത്തിന്റെ പരിശുദ്ധി പോയി. ഇന്ന് എല്ലാവരും ലഹരിക്ക് അടിമകളാണ്. ലഹരി അടിച്ച് എന്താണ് ഒരു കുപ്പിയും എടുത്ത് മറ്റേ മണമണ മോന്തിയിട്ട് ഗാനമേള പറമ്പിലെത്തുന്നു, എന്നിട്ട് അടിക്കുന്നു. എന്നിട്ട് ഒരുത്തനെ ഈ ഉത്സവ പറമ്പിൽ വെച്ച് അടിച്ചാൽ അവന്റെ നാട്ടിലെ ഉത്സവത്തിന് ഇവൻ ചെല്ലുകയാണെങ്കിൽ അവൻ അവിടെ വെച്ചിരിക്കുന്നു. ഉത്സവ പറമ്പുകളൊക്കെ എന്താണ് പ്രതികാരം തീർക്കേണ്ട കൊട്ടേഷൻ ഗ്രൗണ്ടുകളായി മാറുകയാണ്. ഇതൊക്കെ നിർത്തലാക്കണം. പോലീസിനെ പഴിചാരിയിട്ട് കാര്യമില്ല. പോലീസ് എന്ത് ചെയ്യാനാണ്? ഉത്സവ പറമ്പിൽ എത്തുന്നത് ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് നടക്കുന്ന ഘോഷയാത്ര, കാപ്പുകെട്ട്, പൊങ്കാല, ഇങ്ങനെ തുടങ്ങിയ വിളക്കെടുപ്പ്, ഇങ്ങനെ തുടങ്ങിയ ആചാരാനുഷ്ഠാനങ്ങൾ കാണാനെത്തുന്നത് ഭക്തിയുടെ നിറവിലായിരിക്കണം, ഭക്തിസാന്ദ്രമായിരിക്കണം ആ അന്തരീക്ഷം. എങ്കിലേ ഉള്ളുനേറി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കേൾക്കുകയുള്ളൂ. ഇത് അടിച്ചു കൊണ്ടിരിഞ്ഞ് അവിടെ വരുന്ന ആളുകളെ മർദ്ദിക്കാനും ഞാനാണ് ഇവിടുത്തെ കാര്യക്കാരനെന്ന് കാണിക്കാനും വേണ്ടി കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് വെച്ച് വിറക് കൊള്ളിയും കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ പാവം ഹരികൃഷ്ണന്മാർ ആവർത്തിക്കും, രക്തസാക്ഷികളായിക്കൊണ്ടേയിരിക്കും. ഈ കുറ്റവാളികൾ രണ്ടുപേരെ പിടിച്ചു. ഒരുത്തന് പ്രായം 58, 51, ഞാൻ പറഞ്ഞല്ലോ. ഇമാതിരിയുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കുന്ന യുവമാരെയൊക്കെ തക്കതായ ശിക്ഷ നൽകണം. അതുപോലെ തന്നെ അമ്പലപ്പറമ്പുകൾ പരിശുദ്ധമായിരിക്കണം, അവിടെ ഭക്തിസാന്ദ്രമായിരിക്കണം. അടിയും ഇടി അക്രമത്തിനും വേണ്ടിയല്ല. അവിടെ ആ ഗാനമേള നടക്കുന്നുണ്ടെങ്കിൽ അത് കാണുക, ആസ്വദിക്കുക, തിരിച്ചു പോവുക. കണ്ടവനെ മെക്കിട്ട് കയറുന്ന എന്തിനാണ്? ഒരുത്തൻ കൈയടിക്കുകയോ പാടുക ചെയ്താൽ അത് അവന്റെ കാര്യം. നീ അവനെ പോയി ഇടിക്കുകയല്ല വേണ്ടത്. അവൻ കൈയടിക്കുന്നു, പാടുന്നു, ഓക്കെ. അവൻ വേറെ എന്തെങ്കിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ അവനെ പോലീസ് അവിടെ ഉണ്ടാവും. പോലീസിനോട് ചൂണ്ടിക്കാണിക്കുക അവൻ്റെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം ചെയ്യുകയാണ്, അവനെ ഒന്ന് കെയർ ചെയ്യുക. അല്ല നീ പോയി ചോദിക്കുകയല്ല വേണ്ട. നിയമം കയ്യിലടിക്കുകയല്ല നിരുദ്ദേശം. ആ ചോറ് കൊണ്ട്, സഹോദരിക്ക് ചോറ് ഭക്ഷണം കൊണ്ടുപോയ പയ്യനെ തടഞ്ഞു നിർത്തി അടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ ഏത് ഉത്സവം നടത്തിപ്പുകാരന്മാരാണ്. ഏതായാലും പോലീസ് 2 എണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഏമ്മമാരൊക്കെ ഒളിവിലാണ്. അവന്മാരെയും അകത്താക്കും, നല്ല ഇടിയും കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ.